Hi guys. Hi guys, welcome to Hello people. Welcome to Josh. Stories. Yeah. സോ നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. Yes, guys. അപ്പോൾ മെയിൻലി ഇവിടെ നമുക്ക് അടുത്ത് ഒന്നും മൂവി റിലീസസ് ഒക്കെ കുറവാണ്. എന്താണെന്നൊന്നും. ഹായ് ഗൈസ്, വെൽക്കം ടു Josh Stories peoples. സോ നമ്മൾ കുറച്ച് നാളായി വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് എസ്പെഷ്യലി മൂവി റിവ്യൂസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് നാളായി. കാരണം Most of the movies are releasing not worldwide but and like pan India. those which are releasing worldwide we don't have it nearby. Yeah. നമ്മള് അത്യാവശ്യം 10-70 മൈൽസ് ട്രാവൽ ചെയ്തിട്ട് പോയി മൂവി കാണേണ്ട സിറ്റുവേഷൻ ആണ്. സോ വി ഡോണ്ട് ഹാവ് എ ചോയ്സ്. അത് കാണാതിരിക്കാന്നല്ലാതെ നമുക്കൊന്നും വേറെ വഴിയില്ല. അങ്ങനെ പിന്നെ ആസ് യു സോ ഇൻ ദ തംബ്നെയിൽ, നമ്മൾ ഈ അടുത്തിടയ്ക്ക് കണ്ട ഒരു തമിഴ് മൂവി റിലീസ് ഒരു ട്രെയിലറാണ് അമരൻ എന്ന് പറഞ്ഞിട്ട്, ശിവകാർത്തികേയന്റെ അമരൻ ട്രെയിലർ. അപ്പോൾ ഞങ്ങൾ ആ ട്രെയിലർ കണ്ടായിരുന്നു. ദാറ്റ്സ് ലൈക്ക് 1 month ബിഫോർ ആണ് അത് റിലീസ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ്സ് ലൈക്ക് നമുക്ക് കണ്ടാലേ അറിയാം ഒരു പട്ടാള സിനിമയാണെന്നുള്ളത്. ഒരു രക്തസാക്ഷി കഥയാണ്. ആൻഡ് ദാറ്റ്സ് റിയൽ സ്റ്റോറിയാണ് അവർ കഥയാക്കിയേക്കുന്നത്. ആൻഡ് അതിനെക്കാട്ടിലും കൂടുതൽ ശ്രദ്ധ നേടിയിരിക്കുന്ന ആ സെയിം മൂവിയിലെ വേറെ ഈ മൂവിയിലെ നായികേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അവരുടെ റിയൽ ലൈഫ് ഇൻസിഡൻസിലെ കുറച്ച് ക്ലിപ്സ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ, ലൈക്ക് ഇൻട്രൊഡ്യൂസിങ് സായി പല്ലവി ആണ് ഇതിൻ്റെ നായിക. അത് ഭയങ്കരമായിട്ട് എന്താ ഒരു ക്ലിക്ക് ലൈക്ക് നമുക്കങ്ങനെ അത്യാവശ്യം വൈറലും ആയിട്ടുണ്ട്. ഐ തിങ്ക് ട്രെയിലർ വാസ് ഓൺലി ജസ്റ്റ് 2.2 million വ്യൂസ് ആയി. ഇത് 10 days 1 week ആയിട്ടുള്ളൂ ഇറങ്ങിയിട്ട്. ആൻഡ് ഇൻ 1 week ഇറ്റ്സ് ലൈക്ക് 4.4, ലൈക്ക് ഡബിൾ വ്യൂസ് ആയിട്ടുണ്ട്. അപ്പം വി തോട്ട് ഓഫ് ജസ്റ്റ് വി കൻ റിവ്യൂ ഇറ്റ്, ജസ്റ്റ് റിയാക്ടിങ് ടു ദാറ്റ്. കാരണം അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആ ഒരു വീഡിയോ. സോ വി തോട്ട് ഓഫ് ജസ്റ്റ് റിയാക്ടിങ് ടു ഇറ്റ്. സോ ഗൈസ്, ഇതാണ് വീഡിയോ. ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്യാൻ പോവാണ്. സായി പല്ലവി's intro in Amaran. Put it somewhere here. The country needs to see today is the man he was, not myself. मेजर मुकुंद वरदराजन की पत्नी श्रीमती इंदु मुकुंद। इंदु रेबेका वर्गीस. Congratulations, Lieutenant Mukund. Congratulations, Captain Mukund. Congratulations, Major Mukund. Thank you, Mammootty. കരയുവാണ്. ഈ കടലുക്കും ആകാശത്തുക്കും ഇടയിലുള്ള ദൂരം എനിക്കും അവനുക്കും. യെസ്, ഐ ആം forever in a long distance relationship with my love. അത് എനിക്ക് തോന്നുന്നു ഏറ്റവും ഇതിന്റെ ഫസ്റ്റ് അട്രാക്ഷൻ ഒബ്വിയസ്ലി ദിസ് ഇസ് എ റിയൽ ലൈഫ് അല്ലേ, റിയൽ ലൈഫ് സ്റ്റോറി ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ എനിക്ക് തോന്നുന്നു. What do you think? എനിക്ക് ഈ വീഡിയോയില് എല്ലാ ഫ്രെയിംസും ഭയങ്കര ജീവനുള്ള പോലെ ഇല്ലേ. they have taken the real life clippings ഒക്കെ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അതായിരിക്കാം ഭയങ്കര ജീവനുള്ള ഫ്രെയിംസ് പോലെ തോന്നുന്നുണ്ട് അത് കാണുമ്പോൾ. It's like it's happening in front of us. And the words feel വന്നത്. പക്ഷേ അത് തിയേറ്ററിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ബിക്കോസ് ഓബിയസ്ലി ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് എടുക്കുമ്പം യു ഹാവ് ടു എക്സ്പെക്ട് ഇറ്റ് ലൈക്ക് എന്താ പറയുക, ആടുജീവിതം പോലെ ഓൾമോസ്റ്റ് ആ ഒരു പ്രിസിഷൻ വേണം അതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ പിന്നെ ഒരു പോയിന്റ് ഇല്ല. കണ്ടിട്ട് ആ ക്യാരക്ടറിന്റെ സായി പല്ലവിയുടെ ഇൻട്രൊഡക്ഷൻ ആസ് ദാറ്റ് മേജർ മുകുന്ദ്സ് വൈഫ് ആയിട്ട് കാണിക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഫീൽസ് ലൈക്ക് എന്താ പറയുക, ഒരു ഭയങ്കര ഒരു കണക്ഷൻ, ഒരു റിയൽ ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടിട്ട്.
ഇന്ദു റെബേക്ക വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രമാണ്. സോ അത് കാണുമ്പോൾ തന്നെ അത് പുള്ളിക്കാരി അത് ഭയങ്കര നോട്ടീസ് ചെയ്യപ്പെട്ട ഒരു ഇൻസിഡൻ്റ് ആണ്. ഐ സ്റ്റിൽ റിമെമ്പർ. പുള്ളിക്കാരി ഒരു വിഷമോ ഇല്ലാതെയാണ് അത് ഇതിൻ്റെ ന്യൂസിലൊക്കെ പറയുന്നുണ്ട്, ഒന്നും കണ്ണീരൊഴുക്കാതെയാണ് അവരുടെ ഈ ഇതിലൊക്കെ നിന്നത്, പുള്ളിക്കാരൻ്റെ ബറിയൽ സർവീസിനൊക്കെ നിന്നേന്നൊക്കെ ഉള്ളത്. ബിക്കോസ് ഷീ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ ഹൗ പിന്നെ അശോക ചക്ര അവാർഡൊക്കെ പുള്ളിക്കാരന് കിട്ടിയതാണ്. അത് വാങ്ങിക്കാൻ വന്നപ്പോഴാണെങ്കിൽ ഭയങ്കര ബോൾഡായിട്ടാണ് പുള്ളിക്കാരി അതൊക്കെ ഇത് ചെയ്തതൊക്കെ. സോ ഷീ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ ഹൗ പ്രൗഡ് ഹീ വിൽ ബി, ലൈക്ക് ഇഫ് ഹീ ഈസ് റിസീവിങ് ദിസ് അവാർഡ് പുള്ളിക്കാരൻ എത്രത്തോളം പ്രൗഡ് ആയിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇത് എന്നൊക്കെ പുള്ളിക്കാരി ഇങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. ബിക്കോസ് അത് എല്ലാവരും ഇങ്ങനെ ഒരു ക്രിട്ടിസൈസ് ചെയ്തൊരു കാര്യമായിരുന്നു. സോ അത് മാത്രമല്ല ഈ ഫ്രെയിംസ് ഒക്കെ സായി പല്ലവിയും കൂടെ ആവുമ്പോഴേ പിന്നെ അത്യാവശ്യം കഴിവുള്ള മീൻസ് അത്രയ്ക്ക് പാഷനേറ്റ് ആയിട്ട് മൂവി എടുക്കുന്ന ആൾക്കാർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് ക്യാപ്ചർ ചെയ്യാനും പറ്റും. അത്ര ബ്യൂട്ടിയാണ് എനിക്ക് ഓരോ ഫ്രെയിംസിലും കണ്ടപ്പോൾ തോന്നി. ആൻഡ് സായി പല്ലവി പിന്നെ ഏതൊരു ജീവനില്ലാത്ത വസ്തുവിനും ജീവൻ വെപ്പിക്കുന്ന പോലത്തെ ഓരോ അല്ലേ ആ ഒരു ഇടപെടലാണ് മീൻസ് മൂവിയിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സോ ആൻഡ് കമൽ ഹാസൻ പ്രൊഡക്ഷനാണ്. മൂവിയിലോട്ട് വരുമ്പോഴത്തേക്കും കമൽ ഹാസൻ പ്രൊഡക്ഷനാണ് ആൻഡ് ജി വി പ്രകാശ് മ്യൂസിക്കൽ. ആൻഡ് ദാറ്റ്സ് ലൈക്ക് മോർ ദാൻ ഇനഫ് തിങ്സ് ലൈക്ക് അല്ലേ. പിന്നെ ശിവകാർത്തികേയനാണ് ഇതിന് മേജർ മുകുന്ദായിട്ട് റോൾ എടുത്തേക്കുന്നത്. സായി പല്ലവി ഇവർ രണ്ടുപേരാണ്. പക്ഷെ ഇതൊരു ഫസ്റ്റ് ടൈം ആണല്ലോ ഇവർ രണ്ടുപേരും കോംബോ വരുന്നത്. വേറെ മൂവീസ് ഒന്നും ഞാൻ ഇതുവരെ അവർ രണ്ടുപേരും കോമ്പിനേഷൻ വരുന്ന വേറെ മൂവീസ് അപ്പോൾ ഒരു ഫ്രഷ് കാസ്റ്റാണ്, ഫ്രഷ് കോംബോ കാസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാത്തവർ ഈ വീഡിയോ ഒന്ന് കാണണം. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് ആക്ച്വൽ ട്രെയിലർ അല്ല. ദിസ് ഇസ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസിങ് ദ എന്താണ് നായികനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് അവരിങ്ങനെ ഇറക്കിയേക്കാണ്. ഇത് ഫസ്റ്റ് ആദ്യം ഇറങ്ങിയ ട്രെയിലറായിട്ട് യാതൊരു ബന്ധവുമില്ല. ട്രെയിലറിനകത്ത് പുള്ളി കൊല്ലപ്പെടുന്ന അങ്ങനത്തെ കുറച്ച് ഭാഗം മാത്രമാണ് കൂടുതലും കാണിച്ചേക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു മെയിൻ എവിടെയാണ് ഫോക്കസ് എന്ന് നമുക്ക് അറിയത്തില്ല. ദ ഹോൾ മൂവി ഇവരുടെ ലവ് ലൈഫാണോ അതോ ഈ പട്ടാളം ലൈഫാണോ എന്ന് നമുക്ക് എക്സാക്ട്ലി അറിയില്ല. ബട്ട് വട്ട് എവർ ഇറ്റ് ഈസ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബ്യൂട്ടിഫുൾ മൂവി ഐ എം ഷുവർ. ആൻഡ് നിങ്ങൾ പിങ്ക് എന്ന് പറഞ്ഞ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? ലൈക്ക് ഹിന്ദി ദ സ്കൈ ഇസ് പിങ്ക്, അത് പ്രിയങ്ക ചോപ്രയുടെ അതും ഒരു റിയൽ ലൈഫ് സ്റ്റോറി ആയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ബ്യൂട്ടി പോലെ ഇറ്റ്സ് നോട്ട് ഒരു ആർമി ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു മൂവി അല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് നൈസ്. അപ്പോൾ നമുക്കൊരു റിയൽ ലൈഫ് സ്ട്രഗിൾ ഒക്കെ വരുന്ന മൂവി കാണുമ്പോഴത്തേക്കും വി ഫീൽ സോ പ്രൗഡ്. അതൊന്ന് എഴുതി വെച്ചേക്കണ കാര്യങ്ങളല്ല, ഇതൊക്കെ ആൾക്കാർ ശരിക്കും ജീവിച്ച് വന്നേക്കുന്നതാന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നും കാണുമ്പോഴത്തേക്കും. So അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. എനിവേ ഡു വാച്ച് ദിസ് വീഡിയോ. ആൻഡ് ദിസ് ഇസ് ലൈക്ക് ഇതിന്റെ റിലീസ് ഇസ് ഓൺ 31st of October. ദിവാലി റിലീസാണ്, ഇന്റർനാഷണൽ റിലീസ് ആണെന്നൊക്കെയാണ് പറയുന്നത്. ലെറ്റ്സ് സീ. അങ്ങനെയാണെങ്കിൽ വിൽ ഫോർ ഷുവർ ഗോ ആൻഡ് വാച്ച് അല്ലേ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഡു വാച്ച് ദ വീഡിയോ. That's it. Guys, this is Joe Stories. Bye. Bye peoples. Bye.